+1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നയുടൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. +1ൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ വളരെയധികം ആകാംക്ഷയോടെയാണ് റിസൾട്ട് കാത്തിരിക്കുന്നത്. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇംപ്രൂവ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ, അതുപോലെ ടാബുലേഷൻ തുടങ്ങിയ പ്രവൃത്തികളൊക്കെ അവസാനിച്ചു. ഇനി റിസൾട്ട് ഏത് നിമിഷവും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഈ ആഴ്ച തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിട്ടുള്ളത്. റിസൾട്ട് ഈ ആഴ്ചക്കപ്പുറം പോകില്ല. ഈ 26-ാം തീയതിക്കുള്ളിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന ദിവസം പ്രസിദ്ധീകരിക്കുമെന്ന് ഒരിക്കലും മുൻകൂട്ടി പറയാറില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് നാളെ മുതലുള്ള ദിവസങ്ങളിൽ, അതായത് 23, 24, 25, 26 ഈ തീയതികളിൽ ഏത് സമയത്തും റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ റീവാലുവേഷന് കൊടുക്കാം. തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ റീവാലുവേഷന് അപേക്ഷ നൽകാവുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിലെ പ്രിൻസിപ്പലിനാണ് ഈ അപേക്ഷ നൽകേണ്ടത്. അതുപോലെ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേരള റിസൾട്ട്സ് nic.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത്. കാരണം എല്ലാവരും റിസൾട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ സൈറ്റ് ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിസൾട്ട് നോക്കിയ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.